എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ബഹ്റൈനിലും ഖത്തറിലൊക്കെ പോയിട്ട് നാട്ടിലേക്ക് തിരിച്ച് ഒന്നാം പെരുന്നാളിനും മൂന്നാം പെരുന്നാളിനും പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിന് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ മാത്രം കിട്ടിയ ഗിഫ്റ്റാട്ടോ. അപ്പം ഇപ്പാക്കും ഉമ്മാക്കും വേറെ ഇത് അന്നമോൾക്ക് മാത്രം കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പൊ അത് അൺബോക്സ് ചെയ്യണമെന്നുള്ള വീഡിയോ ഉണ്ടെന്നാണ് അന്നമോൾക്ക് ഒരു ആഗ്രഹം. അതല്ല ഉദ്ദേശിച്ചേ? അപ്പൊ കൂടുതല് എവിടെ നിന്ന് നമ്മള് ഖത്തറില് ബഹ്റൈനില് വളരെ കുറച്ചേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു 2-3 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നാം പെരുന്നാളിനായിരുന്നു ബഹ്റൈനിലെ പ്രോഗ്രാം. അപ്പോൾ പെരുന്നാളിന്റെ 2 ദിവസം അല്ലേ മുന്നേ നമ്മൾ അവിടെ എത്തി. പിന്നെ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ഖത്തറിലേക്ക് പോരേണ്ടി വന്നു. അപ്പോൾ ഒരു 3 ദിവസമൊക്കെ ബഹ്റൈനിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കുറേ ആളുകളെ പ്രോഗ്രാം സ്ഥലത്ത് വെച്ചിട്ട് കാണാനൊക്കെ പറ്റി. അന്നമോളെ കാണാൻ ആഗ്രഹം പറഞ്ഞ കുറേ ആളുണ്ടായിരുന്നു അല്ല അന്നമോളെ? അപ്പോൾ അവിടുന്ന് വന്ന് പിന്നെ ഖത്തറിലെ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ ഒരാഴ്ച നിൽക്കാൻ കഴിഞ്ഞു. പിന്നെ UAE പോകാൻ പറ്റിയില്ല. UAE പോകുന്ന ദിവസമാണ് അവിടെ മഴ ആയിട്ട് പ്രശ്നം, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യലും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ UAE പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഞങ്ങളിപ്പോൾ നാട്ടിലെത്തി. അപ്പോൾ ഇത് അന്നമോൾക്ക് മാത്രം കിട്ടിയ ഗിഫ്റ്റാണ്. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എനിക്കും ഉമ്മച്ചിക്കൊക്കെ വേറെ ഉണ്ടല്ലേ? അതറിയാലോ, നമുക്ക് കുറച്ച് എന്താ ഉണ്ടാവുക, ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് 2 ബോക്സും അന്നമോൾക്ക്. നമ്മൾ വരുമ്പോൾ എത്ര ബോക്സ് ഇട്ട് വന്നപ്പോൾ 4 ബോക്സ് ഇട്ടായിരുന്നു. അപ്പോൾ ഇത് അന്നമോൾക്ക് മാത്രം കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളാണ്. അപ്പോൾ എന്താ നോക്കല്ലേ, കൂടുതൽ ഖത്തറിൽ നിന്നല്ല കിട്ടിയില്ലേ? ഖത്തറിൽ നിന്ന് കിട്ടിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഖത്തറിൽ ഒരാഴ്ച നിന്നു. മറ്റേ ബഹ്റൈനിൽ 2 ദിവസം ഉണ്ടായിട്ടുള്ളൂ. കുറേ ആളെ ക്ഷണിച്ചിരുന്ന ആരുടെ വീട്ടിലേക്കൊക്കെ അവർക്കൊന്നും കാണാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി അവിടെ ബഹ്റൈനിൽ വരുമ്പോൾ പോകണല്ലേ? അപ്പൊ എന്നാ പെട്ടി കൊടുക്കാം. ഇതിൽ പർട്ടിക്കുലർ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആദ്യം ഇത് കൊടുക്കണം. ബഹ്റൈനിൽ പടൊരു ഫ്രണ്ട് കൊടുത്തതാണ്. സിനിമ ആർട്ടിസ്റ്റുകൾക്ക് പോലും ഇല്ലല്ലേ? ഇതിനിപ്പോ ആർക്കാ കൊടുക്കുക? എന്താ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ അത്ര വലിയ മേക്കപ്പ് ബോക്സ് ഒക്കെ വേണം? ഫാമിലിയിൽ കല്യാണങ്ങളൊക്കെ വരാണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങ. അപ്പൊ ഇതാണ് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് അല്ലേ? പിന്നെ ഇത് സ്പ്രേ ആണ്. ഇതും സ്പ്രേ ആണ്. ഇത് ഖത്തറിന് ഒരു ഫ്രണ്ട് തന്നെ നമ്മൾ കൊടുത്ത പെർഫ്യൂമാണ്. ഇത് ചോക്ലേറ്റാ? ഓക്കെ, ചോക്ലേറ്റ് പറയണ്ടോ? ഇതിലാകെ ചോക്ലേറ്റ് ആണല്ലോ. ഇതവിടെ ബഹ്റൈനിൽ തന്നെ ആരിസ്ക വന്ന ചോക്ലേറ്റ് തന്നെയാണ് ഇതിൽ നിറയെ. പിന്നെ പറയണ്ടല്ലോ, അതിവിടെ പറ്റേ കിറ്റ്കാറ്റിൻ്റെ ബോക്സ് ഉണ്ട്. പിന്നെ മിനീസിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് ഡയറി മിൽക്ക്. അപ്പൊ ഈ പെട്ടി കഴിഞ്ഞു. ഇനി കാര്യപ്പെട്ട പെട്ടിയിൽ പോലെ. പിന്നെ വാച്ച് അന്നമോൾക്ക്. ഇത് ആർക്കുള്ള? നിനക്കെന്നുള്ള? ഇവിടെ പറ്റിയ. ഇനി അപ്പൊ ഞങ്ങൾ അടുത്ത ഈ പെട്ടി വിളിക്കാൻ പോവാണ്. ഇതൊന്നും അറിയണ്ട. പറയാ പിസ്ത. ഇതെന്താ? കറുകപ്പട്ട. ഇത് ചായപ്പൊടി ആയിട്ടില്ല. പിന്നെ പിസ്ത കുറേ പാക്കറ്റ് ഉണ്ടല്ലോ. 2, 3, 4, 5 പാക്കറ്റ് പിസ്ത ഉണ്ട് അല്ലേ? ബദാം. ഇതെന്താണ്? വാൽനട്ട്. ചോക്ലേറ്റ്.
വീണ്ടും ചോക്ലേറ്റ്, വീണ്ടും ചോക്ലേറ്റ് കറാറ അല്ലേ? വീണ്ടും അതിൻ്റെ മിനി ബോക്സ്, വീണ്ടും ചോക്ലേറ്റ്. ഇതിപ്പോ ഇവിടെ നമുക്ക് കട തുടങ്ങിയാലോ? പിന്നെ പേന, പിന്നെ പിന്നെ പൗഡർ, വീണ്ടും പൗഡർ. ഓക്കെ, ഇതെന്താണ്? ഏലക്ക, ബദാം, മുന്തിരി, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലേ? വീണ്ടും ഏലക്ക. പിന്നെ ഇതെന്താ? ആ, ഇത് കിച്ചണിലേക്ക് ആവശ്യമാണ് മാക്സ് പ്ലസിൻ്റെ. ആ, ചോക്ലേറ്റ്, അത്തിപ്പഴം. ഓക്കെ, പിന്നെ ഈത്തപ്പഴം, 3 പാക്കറ്റ് ഈത്തപ്പഴം. ഇതെന്താ? ഇത് ഈത്തപ്പഴം, ഈത്തപ്പഴം. വീണ്ടും ചോക്ലേറ്റ്, വീണ്ടും പിസ്ത, വാൽനട്ട്സ്, ചോക്ലേറ്റ് ആണ്. പിന്നെ അത് ബ്രഷാ, കിറ്റ്കാറ്റ്. ഇതെന്താണ്? ഇത് ഖത്തർ പഫ്കിയുടെ ലേസ്. ഇത് മൂപ്പരാള് അവിടെ നിന്നല്ല കുറച്ച് സാപ്പിട്ടിക്കട അല്ലേ? ആ, ഓക്കെ. ഇത് ബോഡി ലോഷൻ, കറുകപ്പട്ട. പിന്നെന്താ? ഇതും ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ്, ഇതും ചോക്ലേറ്റ്. ഇത് പിന്നെ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്. ആ, ജംഷിൻ്റെ അല്ലേ? ഇത് 2 പാക്കറ്റ്. പിന്നെ എന്താണ്? ഇത് കൺഫർട്ട്. ഇത് അന്നങ്ങൾക്ക് കിട്ടിയാവൂല, ഞങ്ങൾക്ക് കിട്ടിയാലുള്ള ഇതിൽ പെട്ടതാണ് കൺഫർട്ട്. ഓക്കെ, വീണ്ടും ചോക്ലേറ്റ്. പിന്നെ ചോക്ലേറ്റ്, ഇത് ഗ്രാമ്പൂ. ഇത് മറ്റേ എന്താ പറയാ, എന്തിൻ്റെ ലീറ്ററാണിത്? ഏരിയങ്കിലത്തിൻ്റെ. ഓക്കെ, വീണ്ടും ബ്രഷ്, ചായപ്പൊടി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് കിട്ടി. അഥവാ പിന്നെ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡ്രസ്സ് ഉണ്ട് കുറെ. അവിടുത്തെ ഖത്തറിലെ മാമി എടുത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബഹ്റൈനിൽ നിന്ന് ഒരു മാമി എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഖത്തറിലെ ലവാസ്കയുടെ മാമി ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട് കുറെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ അന്നമോൾക്ക് മാത്രം കിട്ടിയ ഈ കംഫർട്ട് വയ്യ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-40 കിലോൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നമോള്. ഖത്തറിൽ ഒരുപാട്, ഖത്തറിലെ വിശേഷം എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് ഫുള്ള് കറക്കും. ഒരു ദിവസം ഒഴിവുണ്ടായില്ല, ഉറക്കമില്ലായില്ല, ഫുള്ള് കറങ്ങ. ആ, എന്നിട്ട് ഇവിടെ ഇവിടുന്നും കറങ്ങി. ആ, അവിടെ എന്ന് പറഞ്ഞാല് പുലരും വരെ കറക്കും, എന്നിട്ട് ഉറങ്ങി എണീറ്റ് വീണ്ടും കറക്കും. ആരെ കറക്കിയിരുന്നൊക്കെ അവിടെ? ആ, അവിടെ നിസാർക്ക ഉണ്ട്, പിന്നെ നവാസ്കയുടെ ഫാമിലിയും കൂടിയിട്ട്. ഞാൻ തന്നെ അന്നമോളെ അവിടെ നിന്ന് കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ രാവിലെ എണീറ്റ് എങ്ങണ്ടേലും ഒന്ന് പോയാൽ വല്ല അന്നമോള് കറങ്ങാൻ പോയിട്ടുണ്ടാകും. ഖത്തർ മുഴുവൻ ഞാൻ ഈ ഒരു 100 പ്രാവശ്യം ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ടാകും. ഞാൻ പോലും കാണാത്ത സ്ഥലങ്ങളൊക്കെ അന്നമോള് കണ്ടിട്ടുണ്ട്. ഖത്തറിലൊക്കെ പോയില്ലേ? ആ, പേൽ ഖത്തർ, പിന്നെ ലുസൈൽ ഒക്കെ, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ പോലും പോവാത്ത സ്ഥലത്തൊക്കെ ആൾ പോയിക്കുന്നില്ല. അവിടെ കാണാനേ ഉള്ളൂ. അപ്പൊ ഇനിയും ഖത്തറിൽ പോകണമെന്ന് ആഗ്രഹം അല്ലേ? യുഎ ഖത്തർ കൂടുതൽ ഇഷ്ടമായി? രണ്ടും ഇഷ്ടമാണ്. അപ്പൊ അന്നമോളെ ഈ പ്രായത്തിന്റെ ഉള്ളില് GCCയിൽ ഒരുവിധം കുവൈത്ത് ഒഴികെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പോകാൻ പറ്റില്ലേ? ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ പോയി ഇൻഷാ അല്ലാഹ്. കുവൈത്തും അടുത്ത് തന്നെ ഉണ്ടാവും അല്ലേ? ആ, വാപ്പച്ചിണ്ട്. അപ്പൊ അവിടെ ഇതേമാതിരി പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് അവിടെ ഉള്ള ഒന്നും പോവാം അല്ലേ? അപ്പൊ എല്ലാവരോടും ഈ സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളെ പെട്ടി കാണിക്കാനിട്ട് അതിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ ഇതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ബാക്കി ചോക്ലേറ്റ്സ് മൊത്തം അന്നമോൾക്ക്, പെർഫ്യൂംസ് പിന്നെ അന്നമോൾ ഒരു 3-4 പെർഫ്യൂംസ് ഞങ്ങളെ ബോക്സിലുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കാൻ വെച്ചപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. നമ്മളെ ചമ്മലൊക്കെ മാറിയിട്ട് കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ചമ്മല എപ്പോഴും മാറുക, ചമ്മല് മാറും. പാട്ട് ഏതൊക്കെ അവിടെ പ്രോഗ്രാമിന് പാടിക്കൊടുത്തേ? നല്ല സപ്പോർട്ടായിരുന്നു. ബഹ്റൈനിലായാലും ഖത്തറിലായാലും അന്നമോളെ പേര് പറയുമ്പോഴേക്കും ഭയങ്കര ആവേശമായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾ അന്നമോള് പാടുന്ന സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ കൈയടിച്ചുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അന്നമോള് ബഹ്റൈനിലെ സ്റ്റൈലിൽ ഡാൻസൊക്കെ ചെയ്യാൻ പറ്റി അന്നമോൾക്ക്. അങ്ങനെയൊക്കെ കുറേ ഭാഗ്യം കിട്ടി. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി വൈകാതെ തന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം അല്ലേ? ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് അന്നമോളെ ചാനലിൽ കമൻറ്റ് ചെയ്തിരുന്നു, അന്നമോളെ പെട്ടിയുടെ അൺബോക്സിങ് കാണിക്കണം കേട്ടോ, എന്താ കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയണം കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് തയ്യാറായത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കുറച്ച് വെക്കേഷനൊക്കെ ആയിട്ട് കുറച്ച് ഫ്രീ ഒക്കെ ഉള്ളതുകൊണ്ട് അന്നമോളുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ ബൈ.